ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലാബ് ലേണിംഗ്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തേർഡ് മോഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ഡിയർ ഫ്യൂച്ചർ ജനറേഷൻസ് സോറി. സോ ദിസ് ഈസ് എ ഷോർട്ട് പോയം വിച്ച് ഇസ് ബൈ ഒരു സോങ് ആണ് കേട്ടോ. ഇത് ഒരു പോയം ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, പക്ഷെ ഇറ്റ്സ് എ സോങ്. പ്രിൻസ് എൻ്റെ ഒരു പോയമാണിത്. ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പോലെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. യു ക്യാൻ വാച്ച് ഇറ്റ്. ഓക്കെ, സോ ഇൻ ദ സ്പോക്കൺ വേർഡ് പോയം, നമ്മുടെ ഈ ഡിയർ ഫ്യൂച്ചർ ജനറേഷൻ സോറി എന്നുള്ള പോയത്തിൽ നമ്മുടെ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൈറ്റർ ആള് അപ്പോളജൈസ് ചെയ്യാണ്. അതായത് ഫ്യൂച്ചർ ജനറേഷൻസിന് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ കാണിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ഡിസ്ട്രക്ഷൻസ് ഉണ്ട് നമ്മുടെ പ്ലാനറ്റിൽ. എർത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലാനറ്റിനോട് ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പം ഇവിടെ താമസിക്കുന്ന നമ്മൾ പോലുള്ള ജനറേഷൻസ് ഒക്കെ ഫ്യൂച്ചർ ജനറേഷൻസിലുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിനെക്കാട്ടും കൂടുതൽ എന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നേച്ചറിനെ ഡാമേജ് ചെയ്തിട്ടുള്ളത്, പ്ലാനറ്റിനെ ഡാമേജ് ചെയ്തിട്ടുള്ള കാര്യമാണ് പ്രിൻസ് ഇവിടെ അപ്പോളജൈസ് ചെയ്തിട്ട് പറയുന്നത്. ഒരു മാപ്പ് പറയാണ് ഫ്യൂച്ചർ ജനറേഷനോട്. ഹി സ്പീക്സ് ഓണസ്റ്റ്ലി അബൌട്ട് ഹൗ ഫോറസ്റ്റ് ഹാവ് ബീൻ കട്ട് ഡൗൺ. എങ്ങനെയാണ് ഫോറസ്റ്റ് കട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചിട്ടുള്ള കേസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഓഷൻസ് പൊല്യൂട്ട് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് ദിസ് വാട്ടർ പൊല്യൂഷൻ. എന്ത് പൊല്യൂഷനാ? വാട്ടർ പൊല്യൂഷൻ സംഭവിച്ചിട്ടുള്ള കേസ് പറയുന്നുണ്ട്. ആൻഡ് ആനിമൽസ് പുഷ്ഡ് ടു എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസ് തീരെ ഇല്ലാണ്ടാവുന്നതിന് നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആവുക എന്ന് പറയാം. ഡിനോസർ, ഡോഡോ പോലെയുള്ള ഒരു പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണ്. അതായത് ഇവർ നമ്മളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഫോറസ്റ്റൊക്കെ വെട്ടിമുറിച്ച് പ്ലാന്റ്സിനെയൊക്കെ നശിപ്പിച്ച് വന്നപ്പോൾ അവർക്ക് അവരുടെ താമസ സ്ഥലം പോയി, അവർക്ക് അവരുടെ ഹാബിറ്ററ്റ് പോയി. അവരിങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ഒക്കെ ചെയ്ത് അവർക്ക് എവിടെയും താമസിക്കാൻ ഇല്ലാണ്ടായപ്പോൾ ദേ ഇവൻച്വലി എക്സ്റ്റിങ്ക്റ്റ്. അവർ ഈ ഭൂമിനെ ഇല്ലാണ്ടായി തുടങ്ങി. ഈവൻ ദോ വി വർ വോൺ ബൈ സയൻറ്റിസ്റ്റ് ആൻഡ് ഹാഡ് ഓൾ ദ ഇൻഫർമേഷൻ വി ചോസ് ടു ഇഗ്നോർ ദ ട്രൂത്ത്. എത്രത്തോളം സയൻറ്റിസ്റ്റുകൾ നമ്മളെ വോൺ ചെയ്തിട്ടും നമ്മൾ ആ സത്യങ്ങളൊക്കെ ജസ്റ്റ് തള്ളി പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കാൻ വേണ്ടി തുടങ്ങി. We continued to exploit the nature. We continued to exploit the nature for our needs. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നേച്ചർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി തുടങ്ങി. And he talks about how humans have become greedy എന്ന് വെച്ചാൽ എന്താ പറയുക? ആർത്തിയുള്ള മനുഷ്യരായിപ്പോയി. മനുഷ്യന്മാർക്ക് ആർത്തി കൂടി വരികയാണെന്ന് പറയുന്നത്. നമ്മളുടെ നേച്ചർ ഡിസ്ട്രോയ് ചെയ്യണം. എന്തിനു വേണ്ടി ഡിസ്ട്രോയ് ചെയ്യുന്നത്? പൈസക്ക് വേണ്ടിയിട്ട്, മണിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഈ സാൻഡൽവുഡ്, ഓക്ക് മരങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ മരങ്ങളൊക്കെ നമ്മൾ മുറിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്നില്ലേ? അതായത് ഈ ചന്ദനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ചന്ദനമാണ് ഈ സാൻഡൽവുഡ് കേട്ടോ. അപ്പം ഇതൊക്കെ വിൽക്കുന്നതിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാം. നമ്മൾ ജസ്റ്റ് നമ്മൾ മണി മൈൻഡഡ് ആയിപ്പോയി. നമ്മൾ ജസ്റ്റ് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നേച്ചറെ നശിപ്പിക്കാന്ന് പറയുന്നുണ്ട്. ആൻഡ് കെയറിങ് മോർ അബൌട്ട് ബിസിനസ് ദാൻ എർത്ത്. നമ്മൾ എന്തിനു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ബിസിനസ്സിനാണ്. നമ്മൾ പൈസക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എർത്തിനെക്കാട്ടിലും എന്ന് പറയാണ്. ആൻഡ് ദ എൻവയൺമെന്റ് ഇസ് ട്രീറ്റഡ് ലൈക്ക് സംതിങ് വി ഓൺ ഇൻസ്റ്റെഡ് ഓഫ് സംതിങ് വി ആർ എ പാർട്ട് ഓഫ്. നമുക്കുള്ള എന്തോ ഒരു സാധനം, അതായത് നമ്മളുടെ കയ്യിലുള്ള ഒരു ബലമായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? എൻവയൺമെന്റിനെ കാണുന്നത്. നമ്മൾ അല്ലാണ്ട് നമ്മൾ പാർട്ട് ഓഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഓർ വി ഷുഡ് പ്രൊട്ടക്റ്റ് എന്നുള്ള കാര്യമൊന്നും ആരും ഓർക്കുന്നില്ല. ആൾക്കാർ ഓർക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ exploiting. The word is exploiting. Okay, we are exploiting nature for our needs. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ അത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ദിസ് ഹാഡ് കോസ്റ്റ് ഹാം ടു വാട്ടർ. എന്തൊക്കെ കോസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? ജസ്റ്റ് എൻവയൺമെന്റിന് മാത്രമല്ല നാശം സംഭവിച്ചിട്ടുള്ളത്. എന്തിന്? വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ട്, ലാൻഡ് പൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ദ വേൾഡ് എ ഹാർഡ് പ്ലേസ് ഫോർ ഫ്യൂച്ചർ പീപ്പിൾ ആൻഡ് ആനിമൽസ് ടു ലിവ്. നമ്മൾ എയർ പൊല്യൂഷൻ ഉണ്ടാക്കി, അതേപോലെ തന്നെ വാട്ടർ പൊല്യൂട്ട് ചെയ്തു, ലാൻഡ് പൊല്യൂട്ട് ചെയ്തു. ലാൻഡൊന്നും ഇല്ല ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഓരോരുത്തർ വീടും ഫ്ലാറ്റൊക്കെ കെട്ടി കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പം ഇതൊക്കെ ഫ്യൂച്ചർ ജനറേഷൻസിന് ഒരു ഹാർഡ് പ്ലേസ് ആയി. ഇപ്പം നമ്മൾ നല്ലോണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഫ്യൂച്ചർ ജനറേഷൻസിന് ജീവിക്കാൻ വേണ്ടി ഇല്ല എന്ന് പറയാണ്. ഡെസ്പൈറ്റ് ദിസ് ദ പോയം എൻഡ്സ് വിത്ത് എ മെസ്സേജ് ഓഫ് ഹോപ്പ്. എന്നിട്ടും ഈ പോയം എൻഡ് ചെയ്യുന്നത് ഒരു ഹോപ്പ്, പ്രതീക്ഷയിലൂടെയാണ്.
Prince A tells us it is not too late to make difference. നമ്മൾ എന്ത് ചെയ്യല്ല, അത്ര ലേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇനിയും പ്രയത്നിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റെഡിയാക്കാമെന്ന് പ്രിൻസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഹി റിമൈൻഡ്സ് us that we still have time to take action. നമുക്ക് ഇനിയും സമയമുണ്ടല്ലേ, നമുക്ക് ഇനിയും വേണമെങ്കിൽ പ്രയത്നിക്കാം എന്ന് പറയാണ്. ടു സേവ് ദ പ്ലാനറ്റ് ആൻഡ് ഇഫ് വി ഓൾ വർക്ക് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എർത്തിനെ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിൻസ് പറയുന്നത്. ആൻഡ് വി മസ്റ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ്. നമ്മൾ സംസാരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബിന്നിൽ കളയണം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ കൊണ്ട് മണ്ണിലൊന്നും ഇടരുത്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളത് മാത്രം അങ്ങനെ ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ ഉണ്ടാക്കുക. ഡിഫോറസ്റ്റേഷനില്ലേ, നമ്മുടെ ഡീഫോറസ്റ്റേഷൻ, അതായത് കട്ടിങ് ഓഫ് ട്രീസ്, കട്ടിങ് ഡൗൺ ഓഫ് ട്രീസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എഫോറസ്റ്റേഷൻ. എഫോറസ്റ്റേഷൻ അതായത് പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് എഫോറസ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ എഫോറസ്റ്റേഷൻ നമ്മൾ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്, പ്ലാസ്റ്റിക്സിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോൾ ഉള്ള ഓൾറെഡി ഫോറസ്റ്റിലൊക്കെ താമസിക്കുന്ന ഓർഗാനിസത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ എങ്ങനെയാണോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹി ആസ്ക് us to change our ways. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം, സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് ടു സേ സോറി ഇൻ ദ ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അത് ചേഞ്ച് ചെയ്താൽ, ഈ ഒരു നിമിഷം മുതൽ നമ്മൾ ചേഞ്ച് ചെയ്താൽ നമ്മൾ ഫ്യൂച്ചർ ജനറേഷനോട് സോറി പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല എന്ന് പറയാണ്. ആൻഡ് ഓൾസോ ദ പോയം ഇസ് കൈൻഡ് ഓഫ് എ വേക്കപ്പ് കോൾ. അതായത് നമ്മൾ ഒരു പ്രോഫിറ്റിന് പകരം നമ്മൾ നമ്മുടെ പ്ലാനറ്റിനെ ചൂസ് ചെയ്യണം എന്നാണ് ഈ പോയത്തിൽ ആള് എയിം ചെയ്യുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി എ പോയം ഓഫ് റിലേറ്റഡ് ടു എൻവയൺമെന്റ് ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആൻഡ് ഓൾ. സോ ഡു സ്റ്റഡി ദിസ്, ഡു വാച്ച് ദ വീഡിയോ ആൻഡ് വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻസ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി നടക്കുന്ന എൻവയൺമെന്റൽ ക്രൈസിസ് ഒക്കെ വെച്ചിട്ട് യു ക്യാൻ റൈറ്റ് ദിസ് സമ്മറി. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ടുഡേയ്സ് ടോപ്പിക്. താങ്ക് യു.